കോർപ്പറേഷന്റെ ശാസ്തമംഗലത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസിൽ കൗൺസിലർ ആർ ശ്രീലേഖ അനുമതി വാങ്ങാതെ അതിക്രമിച്ചു കയറി ചട്ടലംഘനം നടത്തിയെന്ന പരാതി പോലീസ് അന്വേഷിക്കാനായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് DGPക്ക് കൈമാറി. വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ എനിക്കതല്ല തലക്കോളം കിറക്കഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു വിട്ടു. ഏതോ ഒരു കമ്മ്യൂണിസ്റ്റ് വക്കീല് മുഖ്യമന്ത്രിക്ക് എനിക്കെതിരെ പരാതി കൊടുത്തത്രേ. ഞാൻ വട്ടിയൂർക്കാവ് MLAയുടെ ഓഫീസ് അതിക്രമിച്ച അകത്ത് കയറി ഓഫീസ് തുറന്നു എന്ന് സ്വന്തമായിട്ട്. അതിനെനിക്കെതിരെ കേസെടുക്കണം, എന്നെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിൽ അടയ്ക്കണം എന്ന് മുഖ്യമന്ത്രി അത് DGPക്ക് അനന്തര നടപടികൾക്കായിട്ട് അയച്ചു എന്നും അറിയുന്നുണ്ട്. ഇതിനെയാണ് ഓലപ്പാമ്പിനെ കാട്ടി പേടിപ്പിക്കുക എന്ന് പറയുന്നത്, അല്ലേ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ കൗൺസിലർ ആർ ശ്രീലേഖയും VK പ്രശാന്ത് MLAയും തമ്മിൽ നെയിം ബോർഡിന്റെ പേരിലും പോരെ. VK പ്രശാന്ത് MLAയുടെ നെയിം ബോർഡിന് മുകളിൽ ആർ ശ്രീലേഖ തന്റെ പേരിൽ നെയിം ബോർഡ് സ്ഥാപിച്ചു. എന്റെ ദൈവങ്ങളെ, മത്സരങ്ങൾ നിർത്തിയ ഇതിനൊപ്പം തന്നെ ഒരു വിഷയം കൂടി ശ്രീലേഖ ഉയർത്തിയിട്ടുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഓഫീസിന് ചുറ്റും മാലിന്യമാണ്, ടൺ കണക്കിന് മാലിന്യം വെച്ചിരിക്കുന്നു എന്നതാണ് ശ്രീലേഖയുടെ പരാതി. പക്ഷേ അതിനകത്തൊരു പ്രശ്നമുള്ളത്, ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഓഫീസിൽ തന്നെയാണ് പൊതുജനങ്ങൾ മാലിന്യം എത്തിക്കുന്നത്. അതിനുള്ള 3 ബോക്സുകൾ അവിടെ ഉണ്ട്. എന്നിട്ട് ആ മാലിന്യം അവിടെ നിന്നും ഓരോ ആഴ്ച കൂടുമ്പോൾ അവിടെ വാഹനം വെച്ച് നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മാലിന്യ പ്രശ്നത്തിൽ തന്നെ, അല്ലെങ്കിൽ ആ മാലിന്യ പ്രശ്നമായി കണക്കാക്കേണ്ടതില്ല, പക്ഷേ അതൊരു മാലിന്യം നിക്ഷേപിക്കൽ അല്ലെങ്കിൽ മാലിന്യം കളക്ഷൻ കേന്ദ്രം കൂടിയാണ്. അതുകൊണ്ട് അതും കൂടി സഹിച്ചുകൊണ്ട് മാത്രമേ ശ്രീലേഖയ്ക്ക് ഓഫീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയുകയുള്ളൂ. 2 ദിവസം മുമ്പ് ഞാൻ ഷവറിന്റെ ഒരു പ്രശ്നം പറഞ്ഞിരുന്നില്ലേ? എല്ലാം മാറി, കാണിച്ചു തരാം. കുറച്ച് മാത്രം ഇവിടെ കെട്ടിപ്പെറുക്കി വെച്ചിട്ടുണ്ട്. അത് ഇന്നലെ വൈകിട്ട് ആളുകൾ കൊണ്ടിട്ടതാണ്. ഈ കുപ്പി സഹിതം ഇന്നലെ വൈകിട്ട് കുടിച്ചിട്ട് ആളുകൾ കൊണ്ടിട്ടത് അടുക്കി പെറുക്കി ഒരു മൂലയെ വെച്ചിട്ടുണ്ട്. എടുത്ത് കളയാനുള്ള ചവറുകൾ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. ഒരു കോർപ്പറേഷൻ ആകുമ്പോൾ ഇങ്ങനെ വേണം പ്രവർത്തിക്കാൻ എന്ന് മനസ്സിലായോ? വളരെ നന്നാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതും കൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണേ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. Thank you.